ഇന്ന് കുറച്ച് വടുകപ്പുളി പറിക്കാനായിട്ട് പോവുകയാണ്. അച്ചാറിടാനായിട്ടാണ്. കുറച്ച് അധികം അച്ചാറിടുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ പറിച്ചെടുക്കുന്നത്. ഒരു നാരകത്തിൽ തന്നെ മൂത്തതും പഴുത്തതും പച്ചയും ഇഞ്ചും ഒക്കെ ഉണ്ടാവുക. അതിൽ നല്ല മൂത്തതും പഴുത്തതും മാത്രം പറിച്ചെടുക്കുകയാണ്. കൈകൊണ്ട് പറ്റുന്ന അത്രയും കയ്യിൽ പറിച്ചെടുക്കും. ബാക്കിയുള്ളത് വല പിടിച്ചിട്ടാണ് പറിക്കുന്നത്. നിലത്ത് വീണ് ചതഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ചാറിന് കൊള്ളത്തില്ല. ഈ നാരങ്ങ, കണ്ണിമാങ്ങ, അതുപോലെ തന്നെ അരിനെല്ലിക്ക, അങ്ങനത്തെ സാധനങ്ങൾ മിക്കവാറും അച്ചാറിടുന്ന ഒന്നും ചതഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഇതൊന്നും പിന്നെ ഒട്ടും കൊള്ളില്ല കേട്ടോ അച്ചാറിടാനായിട്ട്. പല സ്ഥലത്തുനിന്ന് പല സമയത്ത് പോയിട്ട് പറിച്ചെടുത്തായിരുന്നു കേട്ടോ നാരങ്ങ. പറിച്ച് ചാക്കിലാക്കി വീട്ടിൽ കൊണ്ടുവന്നു. ഇനി വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞതിന് പുറമെയുള്ള ഒരു ആസിഡ് കളയലാണ്. ചുരണ്ടിക്കളയും, ചെത്തിക്കളയും, അങ്ങനെയൊക്കെ കളയും. നമ്മൾ സാധാരണയായിട്ട് അച്ചാറിന് ഇത് ഇടുന്ന സമയത്ത് കളയുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ തീയുടെ മുകളിൽ കാണിക്കുകയാണ്. അപ്പോൾ പച്ചയാണെന്നുണ്ടെങ്കിൽ നല്ല പുറമേ ആ ഒരു ആസിഡ് നീരുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ നാരങ്ങ അങ്ങോട്ട് ഒറ്റ കത്ത് കേട്ടോ. ഉള്ളു വേവത്തൊന്നുമില്ല. അതോടുകൂടി ആ പുറമേയുള്ള ആസിഡ് പോയി കിട്ടും. നല്ല പഴുത്ത നാരങ്ങയൊക്കെയാണ് അതിൽ കാര്യമായിട്ട് പുറമേ നീരൊന്നും ഇല്ലെങ്കിൽ അതൊന്നും കത്തത്തൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഉള്ളത് നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല മൂത്ത പച്ചക്കൊക്കെ ആയിരിക്കും കേട്ടോ. നല്ല പഴുത്ത് തുടങ്ങുന്നതിനൊക്കെ ആയിരിക്കും കൂടുതൽ അങ്ങനത്തെ ആസിഡ് ഉണ്ടാവുക. പിന്നെ ഇത് കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചു കേട്ടോ. നല്ലൊരു ഓട്ടുരുളി വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെള്ള ഓട്ടുരുളിയാണ്, അതാണ് കളറില്ലാത്തത്. അച്ചാറൊക്കെ ഇടാനായിട്ട് അലുമിനിയം ടാലി അങ്ങനത്തെ ഒന്നും പറ്റത്തില്ല. നല്ല ഊട് തന്നെ വേണം. അപ്പോൾ നല്ലൊരു ഓട്ടുരുളി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില ഒന്ന് വറുത്ത് പൊടിക്കുന്നുണ്ട്. കറിവേപ്പില, കടുക്, ഉലുവ ഇത്രയും വറുത്ത് പൊടിച്ച് അച്ചാറിലിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ വലിയ ഉരുളി വെച്ച് ഓട്ടുരുളി വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കായം വറുത്തെടുത്തു. പിന്നെ കടുക് വറുത്ത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റി പൊടികളും ഇട്ട് അതിലോട്ട് വിനാഗിരി ഒഴിച്ച് നാരങ്ങ ഇട്ട് പിന്നെ നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളും കായം പൊടിച്ച് വെച്ചേക്കുന്നതൊക്കെ ഇട്ടിട്ട് നമ്മുടെ അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലിടുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് വേറെ രീതിയിലൊന്നും അറിയില്ല. സാധാരണ എങ്ങനെയാണ് ഇടുന്നത് അതുപോലെയാണ് ഇട്ടേക്കുന്നത്. ഇത് കേടുവരാതിരിക്കാനായിട്ട് വേറൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല. ആകെ ചേർത്തേക്കുന്ന വിനാഗിരി മാത്രമാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ പൊടിച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ പൊടികളാണെങ്കിലും എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വെബ്സൈറ്റിൽ അച്ചാർ അവൈലബിൾ ആണ്. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ആദ്യമായിട്ട് ആണ് ഇത്രയും അധികം ഇടുന്ന അച്ചാർ. അമ്മയും അതുപോലെ തന്നെ വല്യമ്മയും അമ്മായിമാരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വടുകപ്പുളി അച്ചാറാണ്, അതിന് കയ്പ്പ് ഉണ്ടാവും. കയ്പ്പ് കുറയ്ക്കാനായിട്ട് നമ്മളിതിൽ സാധാരണ കുറച്ച് ശർക്കരയൊക്കെ ചേർക്കും. ചെറിയൊരു അളവിൽ ചേർത്തിട്ടുണ്ട്. ഒരുപാട് മധുരമുള്ളത് ഇവിടെ അങ്ങനെ ഇടാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ഒരുപാട് മധുരം ചേർത്തിട്ടില്ല. അച്ചാറിട്ട് നമ്മൾ അപ്പം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം ഇരുന്നപ്പോൾ ചെറുതായിട്ട് ഉപ്പ് കുറഞ്ഞതുപോലെ തോന്നി. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണേ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ബീഫ് അച്ചാറും അരിനെല്ലിക്ക അച്ചാറും ഉണ്ട്. അരിനെല്ലിക്ക അച്ചാറിന് എന്താ റേറ്റ് കൂടുതലെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വെറും അരിനെല്ലിക്ക അച്ചാറല്ല, അരിനെല്ലിക്ക കാന്താരി അച്ചാറാണ്. നമ്മുടെ അടുത്ത് കുറേ ചാറിൽ കുറച്ച് അരിനെല്ലിക്ക അങ്ങനെയല്ല കേട്ടോ. ഇത് ബീഫ് അച്ചാറാണ് കേട്ടോ. എന്ത് അച്ചാറാണെങ്കിലും അതിൽ ആ സാധനം നിറയെ ഉണ്ടാകും കേട്ടോ. ഒരുപാട് ചാറ് പോലെ അല്ലാതെ അരിനെല്ലിക്കയാണെങ്കിൽ അരിനെല്ലിക്ക നിറയെ ഉണ്ടാവും. ബീഫാണെങ്കിലും ബീഫ് നിറയെ ഉണ്ടാവും കേട്ടോ. ഉപ്പിലിട്ട അരിനെല്ലിക്കയാണ് കേട്ടോ ഇത്. ഉപ്പിലിട്ട അരിനെല്ലിക്കയും കാന്താരി